കൊല്ലം കൊട്ടാരക്കരയിൽ പൊട്ടക്കിണറ്റിൽ വീണ വീട്ടമ്മയെ കണ്ടെത്തിയത് 12 മണിക്കൂറിന് ശേഷം. ഭക്ഷണവും വെള്ളവുമില്ലാതെ പൊട്ടക്കിണറ്റിൽ കഴിച്ചുകൂട്ടിയ 54 വയസ്സുകാരി യമുനയെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷിച്ചത്. യമുനയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. നെയ്വള്ളി പറിക്കാൻ പോയത് അവിടെ കുതിരാങ്കുന്നില്ലേ പോയപ്പോ അവിടുന്ന് പെട്ടെന്ന് നെയ്വള്ളിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് മാറിയപ്പോ കിണറ്റിനകത്ത് വീണത്. അത് രാവിലെ 11 മണിയായപ്പോ വീണ്. രാത്രി 12 മണിയായപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ധൈര്യം സംഭരിച്ചു നല്ലപോലെ. എണ്ണിക്കാൻ നോക്കിയപ്പം പറ്റുന്നില്ല, നടു ഇടിച്ചത് കാരണം. പിന്നെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും വണ്ടി അവിടെ ഉണ്ടായിരുന്നു. സ്കൂട്ടിയല്ല വന്നത് അവിടെ. സ്കൂട്ടി അവിടോട്ട് വെച്ചിട്ട് സ്കൂട്ടി റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് കയറി നെയ്വള്ളി പറിച്ചത്. പിന്നെ ഒരു കാലം എടുത്ത് വെച്ചത് താഴെ കുഴിയിലോട്ടാ പോയത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ ചെയ്യുന്നു. സുജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? യമുന ചേച്ചി ഓക്കെ അല്ലേ? സുഹേൽ, ആദ്യം തന്നെ പറയാം, ഇപ്പോൾ യമുന ചേച്ചി ഓക്കെ ആയി വരികയാണ്. എങ്കിലും വീണതിൻ്റെ ചില ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ എത്തിയാണ് നമ്മൾ പ്രതികരണം തേടിയത്. ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ നടുവേദനയുള്ള യമുന ചേച്ചി അവിടെ ഈ നെയ്വള്ളി, ഇതിനുള്ള മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടി നെയ്വള്ളി ശേഖരിക്കാൻ വേണ്ടി ഉഗ്രൻകുന്നിലെത്തിയത്. അവിടെ ഈ നെയ്വള്ളി പറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാൽ വഴുതി പൊട്ടക്കിണറ്റിലേക്ക് വീണത്. പക്ഷേ അവിടെ പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം വൈകുന്നേരമായിട്ടും യമുനയെ കാണാതായതോടുകൂടിയാണ് ഭർത്താവ് ദിലീപ് പോലീസിൽ പരാതി നൽകിയത്. ശേഷം പോലീസും ദിലീപും ഒക്കെ തന്നെ നാട്ടിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. തിരച്ചിലിനൊടുവിൽ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇവർ ഉഗ്രൻകുന്നിലായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. ഒരുപക്ഷെ ആ പരിസരത്തെ സുഹൃത്തുക്കളുടെ വീട്ടിൽ എവിടെയെങ്കിലും പോയതാകാമെന്നൊരു സംശയം തോന്നിയത്. അങ്ങനെ അവിടേക്ക് എത്തി നോക്കിയപ്പോഴാണ് ഈ സ്കൂട്ടർ ഈ പൊട്ടക്കിണറിന് സമീപം ഇരിക്കുന്നത് കണ്ട് കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അവിടെ വീണ് കിടക്കുന്ന യമുനയെ കാണുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ഏതാണ്ട് 12 മണിക്കൂറോളം അവർ ആ കിണറ്റിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു. പക്ഷേ ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലും ആ വീഴ്ചയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. തലയിൽ ഹെൽമറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നത്. വീഴ്ചയിൽ വലിയ കല്ലുകളൊക്കെ തന്നെ തലയിലേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ ആ കല്ല് വന്ന് തലയിലേക്ക് വീഴായിരുന്നത് ഹെൽമറ്റ് ഉള്ളത് കൊണ്ടായിരുന്നു എന്നാണ് യമുന നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ അപകടനിലയൊക്കെ തരണം ചെയ്തിരിക്കുന്നു. നടുവേദനയ്ക്കുള്ള നെയ്വള്ളി പറിക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ഇപ്പോൾ നട്ടലിൻ്റെ ചില പരിക്കുകളൊക്കെ ഏറ്റിപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് യമുനയുള്ളത്. സുഖം പ്രാപിച്ചു വരികയാണ്. സുഖം. യമുന ചേച്ചിക്ക് ഉറപ്പായിരുന്നു നേരം എത്ര വൈകിയാലും ഭർത്താവ് അന്വേഷിച്ചു വരുമെന്ന്. അങ്ങനെ 12 മണിക്കൂറിന് ശേഷം രക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളില്ല, നേരിയ മുറിവുകൾ മാത്രമാണ് ഉള്ളത്. സുജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.